ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മിനി വ്ളോഗാണ്. ഞാനിന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മിനി വ്ളോഗാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ടൗണിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോ ഓഫ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അച്ഛൻ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ATM കയറിയപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. ഞങ്ങൾക്ക് കോഴിക്കോട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ റെയിൽവേ സ്റ്റേഷനാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അത്രയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തതാണ്. പിന്നെ പ്ലാറ്റ്ഫോമൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. അപ്പോൾ ഇതൊരു ട്രെയിന് വന്നപ്പോഴുള്ള തിരക്കാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ ട്രെയിനിലല്ലായിരുന്നു കയറിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി കോഴിക്കോടെത്തി. നമ്മൾ കോഴിക്കോടാണ് ഇറങ്ങിയത്. എന്നിട്ട് നേരിട്ട് ലുലു മാളിലാണ് പോയത്. ലുലു മാളിൽ ആ സമയത്തൊരു ഈദിൻ്റെ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈദിൻ്റെ അന്ന് തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്രക്കൊരു ഓഫേഴ്സൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവിടെയൊക്കെ കുറച്ച് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ അവിടെ ഒരു കാർട്ടൂണൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടേക്ക് ഒന്ന് പോയി. അവിടെ കയറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് പോയത്. അപ്പം ഫസ്റ്റ് ഫ്ലോറിലെ എസ്കലേറ്ററിൽ കയറുമ്പോഴുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് എന്നും എസ്കലേറ്ററിൽ കയറാൻ പേടിയാണ്. അപ്പം അങ്ങനെ ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ് നമ്മൾ പോയത്. പക്ഷേ ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എന്താ പറയുക, അത്രയൊക്കെ അഫോർഡബിളായിട്ടൊന്നും തോന്നിയില്ല. അപ്പം ഞാനൊന്നും എടുത്തില്ല. ടീഷർട്സിൻ്റെ ഒക്കെ വിലയൊക്കെ ഒന്ന് നോക്കി. പക്ഷേ എനിക്ക് അത്ര ഇതായിട്ടൊന്നും തോന്നിയില്ല. ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ജ്വല്ലറീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ജ്വല്ലറീസൊക്കെ അത്ര അഫോർഡബിളായിട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊരു ക്ലിപ്പാണ്. അതെന്താണെന്ന് ഞാൻ നോക്കിയത്. പക്ഷേ എനിക്ക് ആദ്യം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ക്ലിപ്പാണെന്ന് മനസ്സിലായത്. പിന്നെ ഇത് സ്കൂൾ ബാഗാണ്. അപ് ടു 60% ഓഫ് ഉണ്ട്. പക്ഷേ 2000 കുറഞ്ഞ ഒരു ബാഗും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ഞാൻ ഒരു 1000 എല്ലാം ഒന്ന് കുറേ നോക്കിയതാണ്. പക്ഷേ 2000 ഇതിൽ കുറഞ്ഞ ഒരു ബാഗും അവിടെ ഉണ്ടായിരുന്നില്ല. 3000 വരെയൊക്കെ ഉള്ള ബാഗൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് അത്രയ്ക്കുള്ളത് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അമ്മ ഒരു ചുരിദാർ മെറ്റീരിയലൊക്കെ എടുത്തു. അതിനും 1000 സംതിങ് ഒക്കെ എന്തോ ആയി. പക്ഷേ ഓവറോൾ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. ക്വാളിറ്റിയൊക്കെ നല്ല സൂപ്പർ ക്വാളിറ്റിയൊക്കെയാണ്. പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഹൈപ്പർ മാർക്കറ്റ് കയറി. ആ ഹൈപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ കറങ്ങി നടക്കലായിരുന്നു എൻ്റെ പണി ഹൈപ്പർ മാർക്കറ്റിൽ. പിന്നെ അവിടെ കുറേ ഫിഷ് ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു. എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പക്ഷേ ഞാനത് മേടിച്ചില്ല. കാരണം നമുക്കിവിടെ നോക്കേണ്ട എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ ഒരു മിറർ സെൽഫിയൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ലെതറിൻ്റെ പേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ കണ്ണ് കാണിക്കേണ്ട ഹോസ്പിറ്റലിലാണ് പോയത്. അവിടുന്ന് ടോക്കൺ കിട്ടിയിട്ട് ഇരിക്കുന്ന ഇരിപ്പാണിത്. അവർ വിളിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്ന് അവസാനം എനിക്ക് ടോക്കൺ വിളിച്ചു. ഞാൻ പോയി. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ട്രെയിനിനല്ല വന്നത്, ബസ്സിനാണ് വന്നത്. അങ്ങനെ എനിക്ക് നല്ല ഉറക്കമായിരുന്നു. കോഴിക്കോട് നിന്ന് വടകര വരുന്നത് വരെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ടൊരു ഫലൂദ കഴിച്ചതിന് ശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ഫലൂദ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ എൻ്റെ അച്ചാച്ചൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പം അച്ചാച്ചൻ്റെ അടുത്ത് പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അവിടുന്ന് തിരിച്ചു വരുന്ന വീഡിയോസാണ് എടുത്തത്. തിരിച്ച് വന്നപ്പം എൻ്റെ കോലം ഇങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ഒരു കുളിയും പാസ്സാക്കി. ആ കുളി പാസ്സാക്കിയപ്പോഴാണ് എനിക്ക് നന്നായിട്ടൊരു ആശ്വാസം കിട്ടിയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ബായ്.